കർക്കിടക മാസത്തിൽ രാമായണ പാരായണം പോലെ തന്നെ വളരെ പുണ്യമായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് നാലമ്പല ദർശനം. നാലമ്പല ദർശനം ഒരു ഏകദിന തീർത്ഥാടനമാണ്. ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നീ 4 സഹോദരന്മാരുടെ ക്ഷേത്രങ്ങളിൽ ഒറ്റ ദിവസം കൊണ്ട് ദർശനം നടത്തുന്നത് ഐശ്വര്യകരമാണെന്നാണ് വിശ്വാസം. മലപ്പുറം ജില്ലയിലെ നാലമ്പലങ്ങളിലൂടെ ഒരു യാത്ര. മലപ്പുറം ജില്ലയിൽ ശ്രീരാമനായി സമർപ്പിച്ച രാമപുരവും സഹോദരങ്ങൾക്കായി സമർപ്പിച്ച മറ്റ് 3 ക്ഷേത്രങ്ങളും ചേർന്ന് ധന്യമാക്കുന്ന നാലമ്പല ദർശനം ഓരോ വിശ്വാസിയും അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. ഈ 4 ക്ഷേത്രങ്ങൾ കൂടാതെ ചുറ്റുവട്ടത്തായി തന്നെ സീതാദേവിയുടെ ക്ഷേത്രം കൂടിയുണ്ട്. ഈ ക്ഷേത്രങ്ങളെല്ലാം തന്നെ മലപ്പുറം പാതയിൽ 2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ്. മലപ്പുറത്തെ നാലമ്പലങ്ങളിൽ ശ്രീരാമനായി സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠ ശ്രീരാമസ്വാമി, ഹനുമാൻ സ്വാമി, ശിവഭഗവാൻ, ശാസ്താവ്, ഗണപതി, അങ്ങനെ നീളുന്നു ഉപദേവതകൾ. രാമപുരം ശ്രീരാമക്ഷേത്രത്തിൽ നിന്നും 1 കിലോമീറ്റർ ദൂരത്തിലാണ് പടിഞ്ഞാറ് ദർശനമായുള്ള ലക്ഷ്മണ ക്ഷേത്രമുള്ളത്. വിശ്വാമിത്ര മഹർഷി ഇവിടെ തപസ് ചെയ്തിരുന്നു എന്നാണ് വിശ്വാസം. അയോധ്യ നഗർ ക്ഷേത്രം എന്ന പേരിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. രാമപുരം നാറാണത്ത് സ്റ്റോപ്പിൽ നിന്നും 1.5 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചാൽ കരിഞ്ചാപ്പാടി ഭരതസ്വാമി ക്ഷേത്രത്തിലെത്താം. വഴിയോരം നല്ല ഭംഗിയുള്ള വയലോര കാഴ്ചകൾ. ചിറക്കാട്ട് ശ്രീ ഭരതസ്വാമി ക്ഷേത്രം എന്ന പേരിലും ഇവിടം അറിയപ്പെടുന്നു. അടുത്ത ദർശനത്തിനായി നാറാണത്ത് ശത്രുഘ്ന ക്ഷേത്രത്തിലേക്ക്. ശത്രുഘ്നനായി സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം നാറാണത്ത് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ചതുർബഹുവായ ശത്രുഘ്നനെ ചതുര ശ്രീകോവിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നാറാണത്ത് പുഴയുടെ തീരത്തായാണ് ഈ ക്ഷേത്രമുള്ളത്. ഇവിടെ മീനൂട്ടെന്ന പ്രത്യേക വഴിപാടും നടത്തുന്നു.